തെയ്യക്കോലങ്ങളുടെ വിശേഷങ്ങൾ തേടിയുള്ള യാത്രയിലാണ്. കരിവള്ളൂരിലെ മണക്കാടൻ ഗുരുക്കളാണ് നമ്മുടെ ഈ ഒരു തെയ്യമെന്ന കലാരൂപം, അതുപോലെ മെയ്വഴക്കം, ഇവയെല്ലാം കൂടി ചേർന്ന അപ്പോൾ മണ്ണപ്പം പറഞ്ഞു, പണിയെടുക്കാൻ പണിപ്പണ്ടാട്ടി പെറ്റില്ല എന്നെ, തുരമെടുപ്പാൻ തുരക്കാരൻ്റെ മകനുമല്ല. മണ്ണപ്പൻ മരിച്ചതുപോലെ ഉറങ്ങുന്നുണ്ട്. ഇപ്പോൾ തക്കം മണ്ണപ്പനെ ചതിപ്പാനിടോ, ആളെണ്ണം തട്ടയും മണിയും കാറടക്കി കെട്ടിക്കൊണ്ട് വണ്ണാർ സമുദായത്തിലുള്ള ഒരു തെയ്യം കലാകാരൻ എപ്പോഴാണ് പെരുവണ്ണാനായി മാറുന്നത്? പെരുവണ്ണാൻ എന്ന് പറയുന്നത് ഒരു ആചാരപ്പേര് തന്നെയാണ്. അതുപോലെ തന്നെ നേണിക്കും നമസ്കാരം, അബാക് മീഡിയയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോഴുള്ളത് ഉത്തര മലബാറിലാണ്, കണ്ണൂരിന്റെ മണ്ണിലാണ്. തുലാം പിറന്നാൽ പിന്നെ കണ്ണൂരിൽ ഉത്തര മലബാറിൽ തെയ്യക്കാലമാണ്. നമ്മളോടൊപ്പം ഉള്ളത് സതീഷ് പെരുവണ്ണാനാണ്. തെയ്യത്തിന്റെ വിശേഷങ്ങൾ, അതിന്റെ വിശേഷങ്ങളാണ് ഇന്ന് സതീഷ് ചേട്ടൻ നിന്ന് പ്രതീക്ഷിക്കുന്നത്. ചേട്ടാ നമസ്കാരം. നമസ്കാരം. ഒരു തെയ്യക്കാലം കൂടി വരികയാണ്. തുലാം 10 നമ്മളെ കേട്ടിട്ടുള്ളത്, ഞങ്ങൾ തെക്കോട്ടുള്ളവരൊക്കെ കേട്ടിട്ടുള്ളത് തുലാം 10-നാണ് ഉത്തര മലബാറിൽ തെയ്യങ്ങൾ ആരംഭിക്കുന്നത് എന്നുള്ളതാണ്. തുലാം 10-ന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? നമ്മുടെ തെയ്യാട്ട സമയം എന്ന് പറയുന്നത് ആദിയും വ്യാധിയും ഒക്കെ മാറി അങ്ങനെ തുലാം 10 മുതലാണ് വടക്കേ മലബാറിൽ സാധാരണയായിട്ട് തെയ്യങ്ങൾ പാരമ്പര്യമായിട്ടും ഇല്ലേ പഴയ തലമുറകൾ ആചരിച്ചു വരുന്നത്. അപ്പോൾ തുലാം 10-നാണ് സ്റ്റാർട്ടിങ് എങ്കിലും തുലാം 1 മുതൽ തന്നെ പയ്യന്നൂർ ഇങ്ങനെയുള്ള കുറച്ച് ക്ഷേത്രങ്ങളിൽ തെയ്യം ആരംഭിക്കുന്നുമുണ്ട്. ഈ തെയ്യം എന്ന് പറയുമ്പോൾ ഞങ്ങളുടെയൊക്കെ മനസ്സിലേക്ക് വിവിധങ്ങളായ തെയ്യക്കോലങ്ങൾ വന്നു പോകും. അതിൽ ഒട്ടനവധിയുണ്ട്, വിവിധങ്ങളായതുണ്ട്. അപ്പോൾ ഈ തെയ്യക്കോലങ്ങൾ എത്ര തരത്തിലുണ്ട്, അല്ലെങ്കിൽ അത് ഏതൊക്കെയാണെന്നൊന്ന് പറഞ്ഞു തരുമോ? എത്ര തരത്തിലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും ദേവതമാരുണ്ട്. അത് വീരപുരുഷനായിട്ടും ഭദ്രകാളിയായിട്ടും അതുപോലെ തന്നെ ഒരുപാട് ചാമണ്ടി, ഭഗവതിമാർ, ഇങ്ങനെയുള്ള ഒരുപാട് ദൈവകോലങ്ങൾ ഉണ്ട്. കരിവള്ളൂരിലെ മണക്കാടൻ ഗുരുക്കളാണ് നമ്മുടെ ഈ ഒരു തെയ്യമെന്ന ഇതിലത്തേക്ക് ഇല്ലെങ്കിൽ തെയ്യമെന്ന ഒരു സംസ്കാരത്തിലേക്ക് എത്തിക്കാനുള്ള ഒരു വ്യക്തി നമ്മുടെ സമുദായത്തിൽപ്പെട്ട തന്നെയാണ്. വണ്ണാൻ സമുദായത്തിൽപ്പെട്ട മണക്കാടൻ ഗുരുക്കളാണ്. അതിൻ്റെ സ്മാരകങ്ങളും അതൊക്കെ ഇന്ന് കരിവള്ളൂർ എന്ന ദേശത്തുണ്ട്. അദ്ദേഹമാണ് അത് നമ്മുടെ രാജാവ് ഇദ്ദേഹത്തിനെ പരീക്ഷിച്ചു. ആ പരീക്ഷിക്കുന്ന സമയത്ത് എത്രയോ ദൈവങ്ങളെ ഇല്ലെങ്കിൽ ഓരോരോ രൂപങ്ങളാക്കിയിട്ട് ഒരു ദിവസം കൊണ്ട് കെട്ടിയാടെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അനവധി ദൈവക്കോലങ്ങൾ കെട്ടിയാടി അങ്ങനെ രാജാവിൻ്റെ മുന്നിൽ വിജയിക്കാൻ വേണ്ടി പറ്റിയെന്നൊക്കെയാണ് ഇതിൻ്റെ ഐതിഹ്യങ്ങൾ എന്ന് പറയുന്നത്. ഈ ഒട്ടനവധി ആചാരങ്ങൾ, വിശ്വാസങ്ങൾ, കലാരൂപം, അതുപോലെ മെയ്വഴക്കം, ഇവയെല്ലാം കൂടി ചേർന്ന കേരളത്തിൻ്റെ തനതായ ഒരു ക്ഷേത്രാചാര കല എന്നൊക്കെ പറയാവുന്ന ഒന്നാണ് തെയ്യം. ഈ വണ്ണാർ സമുദായമല്ലാതെ മറ്റേതൊക്കെ സമുദായങ്ങളാണ് തെയ്യക്കോലം കിട്ടുന്നത്? ഒരുപാട് സമുദായങ്ങൾ ഉണ്ട്. അതിൽ വണ്ണാൻ, മലയൻ, പുലയ, അതുപോലെ തന്നെ മാവുല സമുദായങ്ങൾ, ഇങ്ങനെ ഒരുപാട് സമുദായങ്ങൾ ഈ തെയ്യമായിട്ട് ബന്ധപ്പെട്ട് അനുഷ്ഠിക്കുന്നുണ്ട്. ഈ ഒരു വണ്ണാർ സമുദായത്തിലുള്ള ഒരു തെയ്യം കലാകാരൻ എപ്പോഴാണ് പെരുവണ്ണാനായി മാറുന്നത്? പെരുവണ്ണാൻ എന്ന് പറയുന്നത് ഒരു ആചാരപ്പേര് തന്നെയാണ്. അത് പെരുവണ്ണാൻ ഉണ്ട്, അതുപോലെ തന്നെ നേണിക്കും, അങ്ങനെയുള്ള ഒരുപാട് ആചാരപ്പേരുകളുണ്ട്. അത് ഓരോരോ സമുദായത്തിലും അതുപോലെ തന്നെ കുലത്തിലും അവരവരുടെ തറവാട് പാരമ്പര്യത്തിൽ അവരവർക്ക് ഓരോരോ ആചാര സ്ഥാനങ്ങളാണ് കൊടുക്കാറുള്ളത്. അത് ഇന്ന സമയം കൊടുക്കണമെന്നില്ല. പക്ഷേ മുൻകാലങ്ങളിലൊക്കെ സാധാരണയായിട്ട് നമുക്ക് കെട്ടാൻ നല്ല പോലെ പ്രയാസമുള്ള തെയ്യങ്ങളൊക്കെ കെട്ടി അതിന് കഴിവ് തെളിയിക്കുന്ന സമയത്താണ് സാധാരണയായിട്ട് വണ്ണാൻ എന്ന ഒരു വ്യക്തിയെ പെരുവണ്ണാൻ എന്ന സ്ഥാനത്തേക്ക്
ചെറുക്കൽ കോവിലത്തെ തമ്പുരാന്റെ കയ്യിൽ നിന്നൊക്കെയാണ്. പട്ടുമളയും കൊടുത്ത് തിരുവണ്ണാനാക്കുന്നതാണോ? അതെ അതെ, അത് ക്ഷേത്രക്കാര് അവർക്ക് ഇഷ്ടപ്പെട്ട, ഇല്ലെങ്കിൽ അവരുടെ കാവുകളിൽ തെയ്യം നല്ലതാണെന്ന് അവർക്ക് തോന്നുന്ന സമയത്ത് ഒരു എന്താണ് നമ്മുടെ ഇപ്പോഴത്തെ ഭാഷയിൽ പറഞ്ഞ ഒരു പ്രസൻറ്റേഷൻ, ഇല്ലെങ്കിൽ അദ്ദേഹത്തിന് അംഗീകരിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നതാണ്. ആ തെയ്യത്തിൻ്റെ, അദ്ദേഹം കെട്ടിയാടിയ തെയ്യത്തിൻ്റെ കഴിവിനനുസരിച്ചിട്ടാണ് കൊടുക്കാറ്. ഇന്ന് ഇപ്പോൾ സാധാരണയായിട്ട് പിന്നെ 2-3 തെയ്യം കഴിക്കുമ്പോഴൊക്കെ സാധാരണ പിന്നെ ഇതുപോലുള്ള സ്ഥാനം അലങ്കരിക്കപ്പെടുന്നുണ്ട്. ഇന്ന് ഒരുപാട് പേര് ഇപ്പൊ ഇടക്കാലത്ത് വെച്ച് ഇതിനോടൊക്കെയുള്ള താല്പര്യങ്ങളൊക്കെ ആളുകൾക്ക് പോയിരുന്നെങ്കിലും ഉത്തരമലബാറിൽ കാവുകളിലും ആചാരപരമായി നിന്നിരുന്നു. പക്ഷെ ഇന്ന് എല്ലാ ജനങ്ങൾക്കും, വിവിധ നാടുകളിലുള്ള ആളുകൾക്ക് ഇതിനെക്കുറിച്ച് അറിയണം, ഇത് കാണാൻ വരണം. ഇപ്പൊ ഞാനൊക്കെ നമ്മുടെയൊക്കെ സുഹൃത്തുക്കളായിട്ടുള്ള ഓൺലൈൻ മാധ്യമ പ്രവർത്തകരൊക്കെ ഈ തെയ്യക്കാലം ആകുമ്പോൾ പറയും, ചേട്ടാ കണ്ണൂർ വന്ന് വിളിക്കണേ തെയ്യം കാണാൻ പോകാൻ. പക്ഷേ എനിക്കിതുവരെ വന്ന് ഭംഗിയായിട്ട് കാണാൻ പറ്റില്ല. ഒരുപാട് കാലം കണ്ണൂർ ഉണ്ടായിരുന്നിട്ട് പോലും ഭംഗിയായിട്ട് ഒരു തെയ്യം മുഴുവനായി കണ്ടു തീർക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇത്തവണ എന്നോട് തന്നെയുള്ള പരാതി എനിക്ക് തീർക്കണം എന്നുള്ളതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പം ഒരുപാട് പേർക്ക് ഇതിനോട് താല്പര്യമുണ്ട്, അത് കാണാൻ, ഇതിനെക്കുറിച്ച് അറിയാനൊക്കെയുള്ള താല്പര്യം ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ സതീഷ് പെരുവണ്ണാൻ കെട്ടിയാടുന്നതിൽ കതിരന്നൂർ വീരൻ, അത് പാട്ടുകളിലൂടെ സിനിമകളിലൂടെയൊക്കെ നമ്മൾ തിരുമലബാർ വിട്ട് തെക്കോട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളൊക്കെ കേട്ടിട്ടുള്ളത്. ആരാണ് ഈ കതിരന്നൂർ വീരൻ? കതിവന്നൂർ വീരൻ എന്ന് പറയുന്നത് കതിവന്നൂർ വീരനാണ്. അത് മാങ്ങാട്, നമ്മുടെ പറശ്ശിനിക്കടവിൻ്റെ അടുത്തുള്ള മാങ്ങാട് ധർമ്മശാല എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു പിന്നെ കുടുംബത്തിൽ മക്കളില്ലാതെ നിന്നൊരു സമയത്ത് അങ്ങനെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് ഒരു മകനെ കിട്ടുകയും ആ മകനെ നല്ല രീതിയിൽ അവിടെ വളർത്തി വലുതാക്കി പിന്നീട് ചങ്ങാതിമാരുമായിട്ട് കളിച്ച് രസിക്കുന്ന സമയത്ത് അച്ഛനും അമ്മയും പറഞ്ഞു, നിനക്ക് വന്നപ്പോൾ നിൻ്റെ കാലവും നേരവും, ഇല്ലെങ്കിൽ നിൻ്റെ പ്രായമൊക്കെ ആയില്ലേ, വീട്ടിൽ തന്നെ ഇരുന്നാൽ മതിയോ, നിനക്ക് പറ്റാവുന്ന പണിയൊക്കെ എടുത്ത് മുന്നോട്ട് പോകണമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ആഢ്യനായ കുമരൻ എന്നാണ് പറയുന്നത്. സമ്പത്ത് കൊണ്ടും പ്രൗഢി കൊണ്ടും ഒക്കെ നല്ല നിലയിലുള്ള ഒരു കുടുംബത്തിലേക്കാണ് ഈ മന്നപ്പനെ കിട്ടിയത്. അപ്പോൾ അവർ ആഗ്രഹിച്ചതുപോലെ വളർത്തി. പക്ഷേ ചങ്ങാതിമാരുടെ കൂടെ കൂടിയതിന് ശേഷം ഒറ്റയും കുറിയും എന്ന് പറയുന്ന കാര്യങ്ങളാണ്. ദൂരെ എന്തെങ്കിലും ലക്ഷ്യം വെച്ചിട്ട് അതിനെ അമ്പെയ്ത് വീഴ്ത്തുക, ഇതൊക്കെയാണ് അന്നേരമുള്ള കളികൾ. അപ്പോൾ ചങ്ങാതിമാരുടെ കൂടെ തന്നെ കൂടി അവരൊക്കെ ഒരു പാവപ്പെട്ട ആൾക്കാരാണ്. മന്നപ്പനെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു പ്രൗഢിയുള്ള ഒരു കുടുംബത്തിലാണ്. അങ്ങനെ മന്നപ്പൻ്റെ അച്ഛൻ പറഞ്ഞു, നിൻ്റെ പ്രായത്തിനനുസരിച്ചുള്ള പണിയൊക്കെ നീ എടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ മന്നപ്പൻ പറഞ്ഞു, പണിയെടുക്കാൻ പണിപ്പണ്ടാട്ടി പെറ്റില്ല എന്നെ, തുരമെടുപ്പാൻ തുരക്കാരൻ്റെ മകനുമല്ല, എനിക്ക് അങ്ങനെ പണിയെടുത്തിട്ടൊന്നും ജീവിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്ന രീതിയിൽ അച്ഛനോട് പറയുകയും അച്ഛൻ മകൻ്റെ ഈ മന്നപ്പൻ്റെ ഭക്ഷണം മുടക്കി അമ്മയോട് പറഞ്ഞു, പിന്നെ ഇങ്ങനെ മന്നപ്പൻ പണിയെടുക്കുന്നില്ലെങ്കിൽ ഇനി മുതൽ ഈ വീട്ടിൽ വെച്ച് ചോറ് കൊടുക്കണ്ട, ഇനി അതിന് വിലക്കാണ്, എന്നെ അഥവാ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ രണ്ടുപേരും ഇവിടുന്ന് വിട്ടുപോകണമെന്നൊക്കെ പറഞ്ഞു. എന്തായാലും മകന് വിലക്കിയ ചോറ് അച്ഛൻ വിലക്കിയിട്ടുണ്ടെങ്കിലും ഈ മന്നപ്പൻ കളിച്ച് നിൽക്കുന്ന സമയത്ത് ചങ്ങാതിമാരോട് പറഞ്ഞു, എനിക്ക് വിശക്കുന്നുണ്ട്, അതുകൊണ്ട് ഞാനൊന്ന് വീട്ടിൽ പോയിട്ട് ഭക്ഷണം കഴിച്ചിട്ട് വരട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ മന്നപ്പൻ പോകുന്ന സമയത്ത് കൈയൊക്കെ കഴുകി അവിടെ ഇരുന്ന സമയത്താണ് എനിക്ക് പാല് വേണം, ചോറ് വേണം എന്നൊക്കെ മന്നപ്പൻ പറഞ്ഞു. മന്നപ്പൻ പറയുമ്പോൾ മന്നപ്പൻ്റെ അമ്മ പറഞ്ഞു, പിന്നെ നിനക്ക് ഇവിടെ നിന്ന് നിൻ്റെ ഒരച്ഛൻ മാങ്ങാട്ട് കുമരച്ഛൻ ഈ നിനക്കുള്ള ഭക്ഷണം മുടക്കിയിട്ടുണ്ട്, അതുകൊണ്ട് നിനക്ക് തന്നു കഴിഞ്ഞാൽ നമ്മൾ രണ്ടുപേരും ഈ വീട്ടിൽ നിന്ന് പുറത്തു പോകണം എന്ന രീതിയിൽ പറഞ്ഞു. ഇപ്പം എന്തായാലും മകൻ്റെ ആ വാക്കുകൾ കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അമ്മക്കൊരു വേറെ തന്നെ ഒരു സ്നേഹം ഉണ്ടാവും. അച്ഛൻ പറഞ്ഞ വാക്ക് കേൾക്കാതെ അമ്മ ഭക്ഷണം കൊടുത്തു. അങ്ങനെ പെട്ടെന്ന് ഈ മന്നപ്പൻ്റെ അച്ഛൻ ഇങ്ങനെ വരുന്ന സമയത്ത് ദൂരെ നിന്ന് കാണുന്നത് മന്നപ്പൻ ഇങ്ങനെ പടിഞ്ഞാറ്റത്ത് വെച്ചിട്ട് ഇങ്ങനെ ഭക്ഷണം കഴിക്കുന്ന കണ്ടു. അങ്ങനെ ക്രോധം വന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മന്നപ്പൻ്റെ പ്രധാനപ്പെട്ട ആനന്ദം എന്ന് പറയുന്നത് ഒറ്റയും കുറിയും നേരത്തെ പറഞ്ഞ അസ്ത്രങ്ങൾ പ്രയോഗിക്കലാണ്. അപ്പോൾ ഇത് അവിടെയുള്ള ഒരു അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു.
അതെടുത്തിട്ട് ചവിട്ടി പൊളിച്ച് അത് കിണറ്റിലേക്ക് ഇട്ടു. അപ്പോൾ മന്നപ്പന് അത് ഭയങ്കര സങ്കടമായി. വില്ല് പൊട്ടുന്നത് തിളഞ്ച വിടാലെ കേട്ടു ഞാനും, ഇനി ഞാൻ നിങ്ങളെ കണ്ണിൻ മുന്നിൽ ഇരിക്കുകയില്ല. ചോറും തളിക ഊൺ കയ്യാലെ തട്ടിക്കൊണ്ട് നേരെ പോയത് ചങ്ങാതിമാരുടെ അടുത്തേക്ക് പോയി. അപ്പോൾ ചങ്ങാതിമാർ ഇങ്ങനെ നോക്കുന്ന സമയത്ത് കണ്ടത് മന്നപ്പൻ്റെ മുഖമൊക്കെ ഭയങ്കര വിഷമത്തിൽ കണ്ടു. അപ്പോൾ ചങ്ങാതിമാർ ചോദിച്ചു, എന്താണ് നിനക്ക് പറ്റിയത്? അവിടെ അച്ഛനും അമ്മയും എന്തെങ്കിലും നിന്നെ വഴക്ക് പറഞ്ഞു എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഇനി ഞാൻ മാങ്ങാട്ടേക്ക് പോകുന്നില്ല എന്ന രീതിയിൽ തന്നെ പറഞ്ഞു. അപ്പോൾ മന്നപ്പൻ തിരിച്ചു വരുന്ന സമയത്ത് കണ്ടത് അവിടെ എല്ലാവരും ഒരുമിച്ചിരുന്ന് എന്തോ കാര്യങ്ങൾ ചർച്ച ചെയ്യുകയാണ്. അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ മന്നപ്പൻ ചോദിച്ചു, നിങ്ങൾ എന്താണ് പരിപാടി, എന്താണ്? അപ്പോൾ ഇങ്ങനെ കുടകിലേക്ക് യാത്ര ചെയ്യാൻ പോവുകയാണ്, എണ്ണ വാണിഭം ചെയ്യാൻ വേണ്ടിയിട്ട് കുടകിലേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ മന്നപ്പൻ പറഞ്ഞു, ഞാനും വരുന്നുണ്ട് എന്ന് പറഞ്ഞു. ഞാനും വരുന്നുണ്ടെന്ന് പറയുമ്പോൾ മന്നപ്പനെ പരമാവധി ഇവർ വിലക്കി, പറ്റില്ല, കാരണം നീ വന്നു കഴിഞ്ഞാൽ നിൻ്റെ അച്ഛനമ്മ നമ്മളോട് പോലും പ്രശ്നമാക്കും, ഇല്ലെങ്കിൽ അച്ഛനമ്മ ചിലപ്പോൾ കിണറ്റത്തുള്ളൂ, ഇങ്ങനെയൊക്കെ പറഞ്ഞു. എന്നാലും ഇങ്ങനെയുള്ളൊരു വാക്ക് കേട്ടിട്ട് ഇനി ഞാൻ അങ്ങോട്ട് പോകുന്നില്ല, നിങ്ങളുടെ കൂടെ തന്നെ വരുമെന്ന രീതിയിൽ തന്നെ ഉറച്ചൊരു തീരുമാനം എടുത്തു. അങ്ങനെ മാങ്ങാട്ട് ഒറ്റക്കാഞ്ഞിരം എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്ത് ചങ്ങാതിമാർ ഇരിക്കുന്ന സമയത്ത് പറഞ്ഞു, ഞാൻ എന്തായാലും ഒന്ന് ഏതായാലും വരാൻ തയ്യാറായി. അപ്പോൾ മന്നപ്പനെ എങ്ങനെയെങ്കിലും ഇവർക്ക് ചതിക്കണം. അപ്പോൾ വേറെ ഒരു ഉപായം കിട്ടിയിട്ടില്ല. അവിടെ ചെയ്തത് ഒരുപാട് റാക്ക് കറിയൊക്കെ ഉണ്ടായിരുന്നു. റാക്ക് ഒരുപാട് മന്നപ്പന് കൊടുത്തു. മന്നപ്പൻ അവസാനം ഉറങ്ങിപ്പോയി. അപ്പോൾ ഉറങ്ങിപ്പോയ സമയത്താണ് ഈ ചങ്ങാതിമാർ അവിടുന്ന് മന്നപ്പനെ അവിടെ തനിച്ചാക്കിയിട്ട് പോകുന്നത്. അപ്പോൾ ആ പോകുന്ന സമയത്ത് ഇങ്ങനെ പറയുന്നുണ്ട്, മന്നപ്പൻ മരിച്ചതുപോലെ ഉറങ്ങുന്നുണ്ട്, ഇപ്പോൾ തക്കം മന്നപ്പനെ ചതിപ്പാനിടോ, ആളെണ്ണം തട്ടയും മണിയും കാറടക്കി കെട്ടിക്കൊണ്ട് മൂരിപ്പുറത്ത് പേരെടുത്തേറ്റ് ചങ്ങാതികൾ. തട്ടയും മണി എന്ന് പറഞ്ഞാൽ ഈ കാളപ്പുറത്താണ് പോകുന്നത്. കാളപ്പുറത്ത് എണ്ണവാണിഭത്തിന് നടന്നു പോകുന്ന സമയമാണ്. അപ്പോൾ ഈ കഴുത്തിൽ സൗണ്ട് കേൾക്കാൻ വേണ്ടിയിട്ട്, കാളകൾ പോകുന്ന സൗണ്ട് കേൾക്കാൻ വേണ്ടിയിട്ടുള്ള അതിൻ്റെ കാറ അവിടെ അടക്കി പിടിച്ചിട്ട് ഇവർ പോവുകയാണ്. ഇവർ പോയി പിറ്റേന്നാൾ ബാല്യലോകം പുലരും നേരം പെട്ടെന്ന് ഉറക്കി ഞെട്ട് നോക്കുന്ന സമയത്ത് ചങ്ങാതിമാരെ കാണാനില്ല. അപ്പം മന്നപ്പനിങ്ങനെ പറയുന്നേ അവിടുന്ന്, എന്നെ എൻ്റെ അച്ഛനും അമ്മ ചതിച്ചതുപോലെ കൂടെ വന്ന ചങ്ങാതികളും എന്നെ ചതിച്ചു. ഇനി ഞാൻ മേലില്ലത്തിന് പോകുന്നില്ല, മടങ്ങി ഇനി ഇങ്ങോട്ട് ഞാൻ വരുന്നില്ല. എനിക്ക് എന്തായാലും വായിലെ നാവുണ്ടെങ്കിൽ എനിക്ക് എവിടെ എത്താൻ പറ്റുമെന്ന് പറഞ്ഞ് അവിടുന്ന് മന്നപ്പൻ പുറപ്പെടുന്നതാണ്. ഒരു ധീരപുരുഷനാണ്. അങ്ങനെ മന്നപ്പൻ്റെ കഥകൾ എത്ര പറഞ്ഞു കഴിഞ്ഞാലും തീരില്ല. ഈ കടുവനൂർ വീരൻ്റെ തോറ്റം എന്ന് പറയുന്നത് ആദ്യം ഇതിന്റെ അഭ്യാസ കാര്യങ്ങൾ മന്നപ്പനാണ്, പിന്നീട് കരുവന്നൂർ വീരനാണ്. അത് കടുവനൂർ എത്തിയതിന് ശേഷമാണ് കടുവനൂർ വീരനായിട്ട് പോകുന്നത്. പിന്നീട് ദൈവസങ്കല്പമാണ്.